നമ്മളൊക്കെ മനസ്സിൽ ഒരുപാട് ഗോൾസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഉദാഹരണത്തിന് ഒരു പൊണ്ണത്തട്ടിൽ ഒരാൾക്ക് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഹിമാലയൻ ടാസ്ക്കാണ്. മാസത്തിൽ ഒരു 5 ബുക്ക് വായിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിളാണ്. ഒരു ഇൻഫ്ലുവൻഷ്യൽ ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിളാണ്. ഒരു സയൻറ്റിസ്റ്റ് ആണ്, റിസർച്ച് ചെയ്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കണം, അത് ഇമ്പോസിബിളാണ്. ഒരു $1 മില്യൺ ബിസിനസ്മാൻ ആവണം, അത് ഇമ്പോസിബിളാണ്. അങ്ങനെ ഒരുപാട് ഇമ്പോസിബിളാണ് തോന്നിക്കപ്പെടുന്ന ടാസ്കുകളാണ് നമ്മളെ ചുറ്റുമുള്ളത്. ഈ ഇമ്പോസിബിളാണ് തോന്നിക്കപ്പെടുന്ന ഗോൾസ് അറ്റോമിക് ഹാബിറ്റ്സിലെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള 4 ഫ്രെയിംവർക്കിലെ 3ാമത്തെ ഫ്രെയിംവർക്കായിട്ടുള്ള മേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഫ്രെയിംവർക്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് ഇത് അച്ചീവ് ചെയ്യാം, എത്രത്തോളം ഈസി ആയിട്ട് ഇത് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ 3ാമത്തെ ഫ്രെയിംവർക്കായിട്ടുള്ള മേക്ക് ഇറ്റ് ഈസി, എളുപ്പമാക്കുക എന്നുള്ള കാര്യത്തിലേക്ക് ഒരു ഡീപ്പ് ഡൈവ് ആണ് ഉദ്ദേശിക്കുന്നത്. റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുള്ള ആൾക്കാർ ഒരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ബിസിനസ്മാൻ എന്നുള്ള ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഒളിമ്പിക്സ് ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റണ്ണറോ അല്ലെങ്കിൽ സ്വിമ്മറോ എന്നുള്ള ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. മാസത്തിൽ ഒരു 5 ബുക്കോ 6 ബുക്കോ വായിച്ച് തീർക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ റീഡർ എന്നുള്ള ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഐഡൻറ്റിറ്റി നമ്മൾ തെളിയിക്കണം. എങ്ങനെ തെളിയിക്കുക? ഒരു ഐഡൻറ്റിറ്റി നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ആ ഐഡൻറ്റിറ്റിയുടെ അറൗണ്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു നിശ്ചിത കാലഘട്ടം തുടർച്ചയായിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി റുട്ടീൻസ് അതിന് അറൗണ്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് മാറണം. അങ്ങനെ ഡെയിലി റുട്ടീൻസ് അത് ആയി മാറണമെന്നുണ്ടെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ടുള്ള ശീലങ്ങളും ഹാബിറ്റ്സും ബിൽഡ് ചെയ്യണം. അങ്ങനെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്താലാണ് ഒരു ഐഡൻറ്റിറ്റിയിലേക്കുള്ള പാതയിൽ നമ്മളാവുകയുള്ളൂ. അങ്ങനെ ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റോമിക് ഹാബിറ്റ്സിൽ 4 ഫ്രെയിംവർക്ക് ഉണ്ട്. മേക്ക് ഇറ്റ് ഒബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. ഇതിൽ മേക്ക് ഇറ്റ് ഈസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇല്ലാത്തൊരു ഹാബിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഈസി ആവണം. ഈസി ആയാലേ ഹാബിറ്റ് ബിൽഡ് ആവുള്ളൂ. ഉള്ള ഹാബിറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലാത്തൊരു ഹാബിറ്റ് നമുക്ക് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു ഹാബിറ്റ് എങ്ങനെ ഈസി ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 2 കേസ് സ്റ്റഡി, റണ്ണിങ്, റീഡിങ്. റണ്ണിങ് എടുത്താൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ 10 റൗണ്ട് ഓടാം ഡെയിലി, അല്ലെങ്കിൽ 1 റൗണ്ട് ഓടാം ഡെയിലി. 10 റൗണ്ട് ഓടുന്ന സിറ്റുവേഷനിൽ ഞാൻ ചിന്തിക്കുന്നത് 10 എൻ്റെ കപ്പാസിറ്റി. ഒരു ദിവസത്തെ എൻ്റെ കപ്പാസിറ്റി 10. 10 കവർ ചെയ്താലേ എൻ്റെ മസിൽ ഫൈബർ പൊട്ടുള്ളൂ. അങ്ങനെ മസിൽ ഫൈബർ പൊട്ടിയാലേ മസിൽ ബിൽഡ് ആവുള്ളൂ, എനിക്ക് ഗ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ 10 ഓടിയാലേ എൻ്റെ എൻഡ്യൂറൻസ് ബ്രേക്ക് ആവുള്ളൂ, അങ്ങനെ ആകുമ്പോഴേ എൻ്റെ എൻഡ്യൂറൻസ് ബിൽഡ് ആവുള്ളൂ എന്നുള്ളൊരു ചിന്തയൂടെ 10 സെറ്റ് ചെയ്യണം ഞാൻ. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് എല്ലാ ദിവസവും 1 റൗണ്ട് ഓടും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 ആക്കാം, 3 ആക്കാം, 4 ആക്കാം. എത്രത്തോളം കൂടുതൽ ഓടുന്നു അത്രത്തോളം ആഡഡ് ബെനിഫിറ്റ് ആണ്. പക്ഷേ 1 എന്തായാലും ഓടും. 1 ഓടിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് ഈ കേസ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ 10 ഓടുന്ന കേസിൽ ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ ദിവസം 10, പിന്നെ 11, 12, 13 അങ്ങനെ മുന്നോട്ട് പോവാം. ഈ കേസിൽ ആദ്യ ദിവസം 1, 2, 3 അങ്ങനെ ബിൽഡ് ചെയ്ത് പോവാം. 10 ഓടി കഴിഞ്ഞാൽ എക്സോസ്റ്റ് ആവും, പിന്നെ എനർജി ഒന്നും ഉണ്ടാവില്ല. 1 ഓടുന്ന കേസിൽ നമുക്ക് എനർജി റിസർവ് ഉണ്ടാവും, അന്നത്തെ ദിവസം എനർജറ്റിക് ആണ്. 10 ഓടുന്ന കേസിൽ നമ്മൾ മസിൽ ഫൈബർ പൊട്ടുന്നുണ്ട്, പെയിൻ ഉണ്ടാവും, പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യാനൊരു മടി ഉണ്ടാവും. 1 ഓടുന്ന കേസിൽ പെയിന് കുറവായിരിക്കും, പിറ്റേ ദിവസം ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പനിയുണ്ട്, നമ്മൾ ഫീലിംഗ് ഡൗൺ ആണ്, എനർജി ഇല്ല, ആ ദിവസം 10 ഓടുന്ന കേസിൽ നമ്മൾ വിചാരിക്കും ഇന്ന് പോടണ്ട എന്ന് വിചാരിക്കും. കാരണം 10 ഓടിയാലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഫീലിംഗ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും പനിയാണെന്നുണ്ടെങ്കിലും എനർജി ഇല്ലാന്നുണ്ടെങ്കിലും 1 റൗണ്ടല്ലേ ഉള്ളൂ, ആ 1 റൗണ്ട് ഫിനിഷ് ചെയ്താൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് എന്തായാലും ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ മൊമെൻറ്റം ബിൽഡായി, ഇവിടെ മൊമെൻറ്റം ബ്രേക്കായി. ഓക്കെ, ഫൈനലി ഇൻ കേസ് നമ്മളെല്ലാം ഓക്കെയാണ്, ഇവിടെ 10 ആദ്യം ഓടി, 11, 12, 13 എല്ലാം കറക്റ്റായിട്ട് പോയി, നമ്മളെ ഗ്രിറ്റ് കാരണം, നമ്മളെ പെർസെവിയറൻസ് കാരണം. ഇവിടെ കേസിൽ ഇവിടെയും കറക്റ്റായിട്ട് പോയി, 1, 2, 3 അങ്ങനെ ബിൽഡായി പോയി. 90ാമത്തെ ദിവസം എടുത്ത് നോക്കിയാൽ ഇവിടെ 100 റൗണ്ട് ഓടും. ഐഡിയൽ സിനാരിയോ ആണ്, ഇത് നടക്കുന്നല്ല. 90 ദിവസം ഓടിയാൽ 100 റൗണ്ട് ഒരു ദിവസം ഓടാൻ പറ്റുമെന്നല്ല ഞാൻ പറയണത്. ഐഡിയൽ സിനാരിയോയിൽ 90ാമത്തെ ദിവസം ഇവിടെ 100 ആയി, എല്ലാം കറക്റ്റായിട്ട് പോയാൽ ഇവിടെ 90 ആവും. ഒരു 10 റൗണ്ടിൻ്റെ ഡിഫറൻസ് ഇവിടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ റിലാക്സ്ഡ് ആയിട്ട് ബിൽഡായി, ഹാപ്പി ആയിട്ട് ബിൽഡായി, സാറ്റിസ്ഫൈഡ് ആയിട്ട് ബിൽഡായി. ഇവിടെ ബിൽഡ് ആവാനേ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ എവിടെ എത്തി നിൽക്കുന്നോ അവിടുന്ന് പിന്നെയും ബിൽഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഏത് സിറ്റുവേഷനിലും ഇവിടെ മുന്നോട്ട് പോകാനും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. 2ാമത്തെ കേസ് സ്റ്റഡിയാണ് റീഡിങ്. റീഡിങ്ങിലും സെയിം സിറ്റുവേഷൻ. നമ്മൾ വിചാരിക്കുകയാണ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വായിച്ചാലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, അല്ലെങ്കിൽ 50 പേജ് വായിച്ചാലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അതിന് പകരം ഞാൻ പറയുകയാണ് 1 പേജ് വായിച്ചാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വായിച്ചാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ കേസിൽ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു മൊമെൻറ്റം ബിൽഡാവും, ഇവിടെ മൊമെൻറ്റം ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. ടൈമില്ലാത്ത സിറ്റുവേഷനിൽ ചെയ്യില്ല, അത് വായിക്കാൻ തോന്നിയില്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല. കാരണം എക്സ്പെക്റ്റേഷൻ ഒരുപാടാണ്. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഡെയിലി മീറ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ റീഡിങ്ങിൻ്റെ കേസിലും അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു റീഡർ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. 3ാമത്തെ കേസ് സ്റ്റഡി എക്സസൈസ്. എക്സസൈസിൻ്റെ കേസിൽ ഞാൻ കരുതാണ് 50 പുഷപ്പാണ് എൻ്റെ കപ്പാസിറ്റി, 50 ചെയ്താലും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഈ കേസിൽ ഞാൻ പറയുകയാണ് 1 പുഷപ്പ് ചെയ്താലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആ 1 പുഷപ്പ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട്
അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്റ്റാർട്ട് ചെയ്താൽ ഒന്നിൽ നിൽക്കില്ല. 1, 2 ആവാം, 3 ആവാം, 4 ആവാം, 10 ആവാം, 50 ആവാം, 60 ആവാം. ചില ദിവസങ്ങളിൽ ആ ത്രെഷോൾഡൊക്കെ കടന്നു പോയിട്ട് ഒരു വലിയ ലെവലിലേക്ക് എത്തും. ചില ദിവസങ്ങളിൽ നമ്മളുടെ മാക്സിമം ത്രെഷോൾഡിൽ എത്രയാണെന്ന് റിയലൈസ് ചെയ്യാൻ വരെ ഇത് സഹായിക്കും. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി എക്സോസ്റ്റഡ് ആണ്. ഡെയിലി ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അറ്റോമിക് ഹാബിറ്റ്സിലെ മേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഫ്രെയിം വർക്ക് ഈ 3 കേസ് സ്റ്റഡിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിരിക്കുന്നത് വിചാരിക്കണം. ഈ മെത്തേഡ് ഇതിന് മാത്രമല്ല, നമ്മൾ ഇമ്പോസിബിൾ ആണെന്ന് തോന്നപ്പെടുന്ന ഏതൊരു കോംപ്ലിക്കേറ്റഡ് ഗോൾസും അച്ചീവ് ചെയ്യാൻ ഈ സെയിം ഫ്രെയിം വർക്കിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഫ്രെയിം വർക്കിൽ നമ്മൾ എന്നും ചെയ്യും. മൊമെൻറ്റം ബിൽഡാവുമ്പോൾ റൊട്ടീൻ ആവുമ്പോൾ ഹാബിറ്റ് ഇവിടെ കാലത്തേക്ക് ചെയ്താൽ അത് ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്തിട്ട് നമുക്ക് ആ ഐഡൻറ്റിറ്റിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള ഗോൾസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സീ യു ടുമോറോ.